ആത്മകഥാ വിവാദം മുഹമ്മദ് റിയാസിനു വേണ്ടിയോ 75 വയസ്സ് പ്രായപരിധിയെടുക്കുന്ന ഇ.പി. ജയരാജന് പകരം റിയാസ് കേന്ദ്ര കമ്മിറ്റിയിലേക്കെന്ന് സൂചന. 24-ാം പാർട്ടി കോൺഗ്രസോടെ എ.കെ. ബാലനും പി.കെ. ശ്രീമതിക്കുമൊപ്പം ഇ.പി. ജയരാജനും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടി വരും. മുഹമ്മദ് റിയാസിന് വേണ്ടി കരുക്കൾ നീക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM പാർട്ടി കമ്മിറ്റികളിൽ 75 വയസ്സെന്ന പ്രായപരിധി നിലവിൽ വന്നത് കഴിഞ്ഞ സമ്മേളനകാലത്താണ്. 75 തികഞ്ഞ ശേഷം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിയാനിരുന്ന ഇ.പി. ജയരാജനെ വലിച്ച് താഴെയിടുന്ന രീതിയിലാണ് ആത്മകഥാ വിവാദം വന്നത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പൊട്ടിയ ബോംബ് ഇ.പിയുടേതെങ്കിലും പൊട്ടിച്ചതാരാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള നീക്കമെന്ന ഇ.പിയുടെ സംശയം നീളുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ. പ്രായപരിധി കർശനമാക്കുന്നതോടെ എ.കെ. ബാലനും പി.കെ. ശ്രീമതിയും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാകും. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് മാത്രം ഇളവ് ലഭിക്കാനാണ് സാധ്യത. പി.ബിയിലും കേന്ദ്ര കമ്മിറ്റിയിലും പിണറായി തുടരുമെന്ന് സാരം. 24-ാം പാർട്ടി കോൺഗ്രസിന് ശേഷം 2 മാസം കൂടി കഴിയുമ്പോൾ ഇ.പിക്കും പ്രായപരിധി കഴിയും. ചുമതലകൾ ഒഴിയേണ്ടി വരുമെന്ന ബോധ്യവും ഇ.പിക്കുണ്ട്. ആത്മകഥയുടെ പണി ആരംഭിച്ചതുപോലും ഈ സാഹചര്യത്തിലാണ്. എന്നാൽ സ്വയം ഒഴിയുന്നതിന് പകരം ഇ.പിയെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചാൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഒഴിവുകൾ 3 എണ്ണമാകും. ആരൊക്കെയെന്ന ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴേ സീറ്റ് ഉറപ്പിച്ചയാൾ മന്ത്രി മുഹമ്മദ് റിയാസാണ്. CPM സംസ്ഥാന സമിതി, സെക്രട്ടേറിയറ്റ് എന്നിവയിലേക്ക് പാർട്ടിയിലെ സീനിയേഴ്സിനെയും മറികടന്നുള്ള റിയാസിന്റെ വളർച്ച ശരവേഗത്തിലായിരുന്നു. മന്ത്രിയായപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളും കിട്ടി. എല്ലാത്തിനും പിന്നിൽ മുഖ്യമന്ത്രിയുടെ സ്വാധീന ശക്തിയും. പാർട്ടി കോൺഗ്രസോടെ റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പിക്കുവാനുള്ള കാരണം പിണറായിയുടെ ആശീർവാദം തന്നെ. 25-ാം പാർട്ടി കോൺഗ്രസ് വരെ കാത്തുനിന്നാൽ റിയാസിനായി പിണറായി സമ്മർദ്ദം ചെലുത്തിയാലും വിജയിക്കണമെന്നില്ല. ഇതും ഇ.പിയെ അനഭിമതനാക്കി നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ സീറ്റൊഴിച്ചിരുന്നതാണോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.